പുറത്തോടാ പുറത്തോടാ അവനെ കൊണ്ടോടോ. വൈകിട്ട് 3:30 മണി വരെ ബർത്ത്ഡേ പാർട്ടി. നീ എത്ര കൊടുത്ത അവൾക്ക്? ഗോൾഡ് റിംഗ് കൊടുത്തു. അച്ഛൻ സ്വർണ്ണക്കട നടത്തുന്നുണ്ടല്ലോ. മകൻ റേപ്പ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഓരോ ഗോൾഡ് റിംഗ് സമ്മാനം. ആ പെൺകൊച്ചിന് 18 തികഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മോനെ നിനക്ക് ജാമ്യം പോലും കിട്ടത്തില്ല. ഇങ്ങോട്ട് നീങ്ങുന്നില്ലടാ. ഇവനാണ് മാസ്റ്റർ ബ്രെയിൻ, സൂത്രധാരൻ, കള്ളം, കാമുകൻ. ഇവനില്ലായിരുന്നോടാ ഇന്നലെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളുടെ കൂടെ? പറയടാ. ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടിയാ പ്ലാൻ ചെയ്തേ. സർ, ഡിവൈഎസ്പി വന്നിട്ടുണ്ട്. പ്രതികളെ 4 പേരെയും കിട്ടിയില്ലേ? സർ, അവർ കുറ്റം സമ്മതിച്ചു. സമ്മതിച്ചു സർ. വൈകുന്നേരം വരെ കസ്റ്റഡി ഇരിക്കട്ടെ. സർ. അതിനുശേഷം അറസ്റ്റ് റെക്കോർഡാക്കി നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കണം. ഓക്കെ സർ. ഒരുത്തനും രക്ഷപ്പെടരുത്. സർ. 4 പേര് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ശരി സർ. സർ, ഇദ്ദേഹമാണ് രോഹിത് ബാലചന്ദ്രൻ എന്ന പ്രതിയുടെ അച്ഛൻ, ജ്വല്ലറി ഓണർ. കൊള്ളാം മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കടയിൽ ക്യാരറ്റ് സ്വർണം, വീട്ടിൽ കറുത്തീയ, ഇവരെല്ലാം പിടിച്ച് വണ്ടി കയറ്റേ. സർ, നടക്കടാ അങ്ങോട്ട്. അയ്യോ അച്ഛാ 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 എന്ത് പറ്റി? അച്ഛാ എന്ത് പറ്റി? അച്ഛാ അച്ഛാ എന്ത് പറ്റിയോ? അച്ഛാ 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 എന്ത് പറ്റി? അച്ഛാ മോളെ പിടിക്ക്. അച്ഛാ ഇങ്ങോട്ട് ഇരുന്നേ. അച്ഛാ വന്നേ. അച്ഛാ പതുക്കെ പതുക്കെ. അച്ഛാ 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 എന്ത് പറ്റി? അച്ഛാ എന്ത് പറ്റി? അച്ഛാ അയ്യോ മോളെ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ വേഗം. അച്ഛാ കണ്ണു കാണേ. അച്ഛാ അച്ഛാ മോളെ കൊണ്ട് മുഖത്ത് തളിക്ക്. അച്ഛാ 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 കണ്ണു തുറക്ക്. അച്ഛാ അച്ഛാ മോളെ ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരവേ. അച്ഛാ 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 ഇത് കഴിക്ക്. അച്ഛാ ഇത് നാക്കിനടിയിൽ വെക്കാനുള്ളതാ. അച്ഛാ പ്ലീസ്. അച്ഛാ ടാബ്ലറ്റ്. CPR കൊടുക്കണോ ചേച്ചി? വേണ്ട, പൾസ് ഉണ്ട്. ഞാൻ ആംബുലൻസ് വിളിക്കട്ടെ മോളെ. അച്ഛാ അച്ഛാ എണീറ്റേ. അച്ഛാ അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അച്ഛാ ഹലോ, നെടുമുറക്കൽ ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ്. എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വേണം, അത്യാവശ്യമായിട്ട്. ശരി. എണീറ്റേ, കണ്ണുറക്ക്. അച്ഛാ മോളെ ഓടി ചെന്ന് ഡോക്ടർ ശർമ്മയോടൊന്ന് വരാൻ പറയൂ. വേഗം ചെല്ലേ. അച്ഛാ അച്ഛാ ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അച്ഛാ ഇത് കുടിക്കേ. ചേച്ചി ഡോക്ടർ അവിടെ ഇല്ല, ഹോസ്പിറ്റലിലോ. സാരമില്ല, ആംബുലൻസ് പോരുമല്ലോ. ഒന്നുമില്ല കേട്ടോ. എവിടെയാ? അങ്ങോട്ട് പോക്കോ, സോഫയ്ക്ക് എടുത്തേക്കാ. മോളെ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ അച്ഛന്റെ കൂടെ. പിന്നെ ഇന്ന് സ്കൂളിൽ പോകണ്ട. ഭവിതയോട് പറഞ്ഞേക്കണം കോളേജിൽ പോകണ്ടാന്ന്. വാതിലും ജനലും എല്ലാം അടച്ചിട്ടേക്കണം. ആരൊക്കെ വന്ന് എന്തെല്ലാം പറഞ്ഞാലും വാതിൽ തുറക്കണ്ട. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട. പോയിട്ട് വന്നിട്ട് ഞാൻ പറയാം. പോട്ടെ, വാതിൽ കുറ്റിയിട്ടേക്കണേ. എടുക്ക് മനോട്ട പ്ലീസ്. ഫോൺ ഒന്ന് എടുക്ക്. എന്ത് കഷ്ടം ഇത്. മോളെ കൃഷ്ണേ, മനുവേട്ടൻ എവിടെയാ? ഞാൻ എറണാകുളത്ത് പാലേക്ക് ഡ്രൈവ് ചെയ്ത് വരുവാ മോളെ. മനുവേട്ടൻ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. പോലീസ് ഇവിടെ നിന്ന് രോഹിണിനെ പിടിച്ചോളൂ മനോട്ടാ. ആണോ? അവനും ഉണ്ടായിരുന്നോ? ഉണ്ടെന്നാ പോലീസ് പറയുന്നത്. രോഹിണി ഇവിടെ അച്ഛനെ പോലീസ് തള്ളി. അച്ഛനത് കണ്ടിട്ട് അറ്റാക്ക് ഉണ്ടായി. അലൻസിച്ച് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ബബിതേച്ചി. ഞാൻ അറിഞ്ഞിടത്തോളം വലിയ കേസാണോ ലക്ഷണമാണോ മോളെ? അറിഞ്ഞൂടാ. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ. അലീന ചേച്ചിയും ബബിതേച്ചിയും ഞാനും മാത്രമുണ്ട്. ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞാൻ പലരേക്കും എത്തിക്കോട്ടെ, എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. നീ കട്ട് ചെയ്തോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കൊല്ലപ്പള്ളിന്ന് മനുവേട്ടനെ വിളിച്ചില്ലായിരുന്നോ? അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹരിയെ പോലീസ് ഒന്ന് കൊണ്ടുപോയി മാത്രം പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടി വിളിച്ച് പറയണം മനോട്ടാ. ഞാൻ ആകെ പേടിച്ചിരിക്കുക. സാരല്ല മോളെ, എല്ലാം ശരിയാവും. ഞാനേ അമ്മയൊന്ന് വിളിക്കട്ടെ. നീ എന്തിനിത്ര വെപ്രാളപ്പെടുന്നേ? ബബിതേച്ചി എന്നെ വിചാരിച്ചേക്കുന്നേ എല്ലാം നിസ്സാരാന്നാ? നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ആർക്കറിയാം? ആ ബെഡിലേക്ക് എടുത്തു. ഡോക്ടർ സുഭാഷ് ചന്ദ്രന്റെ പേഷ്യന്റാ. എങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടർ സുഭാഷിനെ വിളിക്കൂ. അച്ഛനൊന്ന് കണ്ണു തുറന്ന് അച്ഛാ. നമ്മള് ഹോസ്പിറ്റലിൽ എത്തി. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഞാനുണ്ടല്ലോ അച്ഛന്റെ കൂടെ. അച്ഛാ അലീനയെ വിളിക്കുന്നത്. കണ്ണു തുറന്ന് നോക്കച്ചാ. അച്ഛാ കണ്ണു തുറക്കച്ചാ. സുഭാഷ് ഡോക്ടറിനെ വിളിച്ചോ? വിളിച്ചു. ഡോക്ടർ ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റ്. അച്ഛാ ഹോസ്പിറ്റലിൽ അച്ഛാ. ഡോക്ടർ എല്ലാരും ഒന്ന് പുറത്തിറങ്ങിയെന്നേ. ഹലോ കൃഷ്ണമോളെ. ഹോസ്പിറ്റലിൽ എത്തി ചേച്ചി. എത്തി. അച്ഛൻ കാഷ്വാലിറ്റിയില്ല. ഡോക്ടേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി അച്ഛന് വിഷമിക്കണ്ട മോളെ, ഞാനിത് പറയാൻ വിളിച്ചതാ. അച്ഛന് ബോധം തെളിഞ്ഞു ചേച്ചി. ബോധത്തിലേക്ക് വന്നു, കണ്ണു തുറന്നു. നീ സമാധാനായിട്ടിരിക്കുക കേട്ടോ, ഞാൻ ഉടനെ വന്നേക്കും. ഓക്കെ ചേച്ചി. എന്നാ ചെയ്യണോന്ന് എനിക്കറിയില്ല. എനിക്ക് വിട്ടേക്കച്ച, എല്ലാം വിട്ടേക്ക്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. മിണ്ടരുത്. അമ്മ ഒറ്റ ഒരു കാരണം അവനെ പോലെ ഒരു മകനെ പ്രസവിച്ചത് ഒന്നും ആയിട്ടില്ല. അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ.